ഇനി നമ്മൾ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് അതിഥിയായി ചേരുന്നത് പ്രകൃതിയെ നെഞ്ചോട് ചേർക്കുന്ന മുളയുടെ തോഴി എന്നറിയപ്പെടുന്ന നൈന ഫിബ്നാണ്. ഈ പിറന്നാൾ ദിനത്തിൽ 1001 മുളം തൈകൾ വെച്ച് പിടിപ്പിച്ച് ശ്രദ്ധ നേടിയ നൈന ഇപ്പോഴും പരിസ്ഥിതി പ്രവർത്തനങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഒപ്പം പാട്ടുവിശേഷങ്ങളുമുണ്ട്. നൈന, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. നമസ്കാരം ചേച്ചി. നമസ്കാരം ന്യൂസ് 18 കേരള. എല്ലാവർക്കും നല്ലൊരു, ഇവിടെയാണെങ്കിൽ ഒരു മഴ മാറിയ ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. ഓക്കെ, നൈനയെ ഈ ഒരു ദിവസം, പ്രത്യേകിച്ച് ഞായറാഴ്ച, ഈ ദിവസം സെലക്ട് ചെയ്യാൻ കാരണം നാളെ ഒരു അധ്യയന വർഷം തുടങ്ങുകയാണ്. അപ്പോൾ സ്കൂൾ തലത്തിൽ ഒരുപാട് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിൽ കോളേജിലും മികച്ച NSS വോളണ്ടിയർക്കുള്ള പുരസ്കാരമൊക്കെ നേടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതൊന്ന്, അപ്പോൾ കുട്ടികൾക്ക് മാതൃകയാക്കാവുന്ന ഒരു ചേച്ചിയാണ് നൈന. 1. 2, ജൂൺ 5 നമ്മുടെ പരിസ്ഥിതി ദിനം ഇങ്ങ് എത്തി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രതീക്ഷകൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, നൈനയുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ അറിയണം. ആദ്യം നമുക്ക് നൈനയുടെ ഇപ്പോഴത്തെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, മുളയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഒപ്പം പച്ചപ്പിനായുള്ള പോരാട്ടം, അതൊക്കെ എങ്ങനെയാണ് പോകുന്നത് മുന്നോട്ട്? മുളകളെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ ആളുകളൊക്കെ മുളയുടെ തൊഴി എന്നാ വിളിക്കാട്ടോ. അപ്പൊ ഞാൻ മുളകൾക്ക് വേണ്ടിയിട്ട് സാധ്യമായ ഇടങ്ങളിലൊക്കെ എൻ്റെ ഒരു പ്രത്യേക ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതാണ്. സാധ്യമായ ഇടങ്ങളിലൊക്കെ മുളം തൈകൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് പ്രകൃതിക്ക് ഒരു കൈത്താങ്ങാവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ പല ഇടങ്ങളിലായിട്ട് നമ്മൾ 2017 എന്റെ പിറന്നാൾ മുതൽ നേരത്തെ പറഞ്ഞ പോലെ 1001 മുളം തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു മിഷനിലുണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ച് അതിന് തൊട്ട് പുറകെ നമ്മൾ മുളപ്പച്ച, അതായത് വീട്ടിൽ ഒരു മുള, ഒരു വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു മുളയെങ്കിലും എന്നുള്ള ഒരു കാര്യം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയത്. അതിന്റെയും തുടർച്ച എന്ന നിലയ്ക്ക് നമ്മൾ BFV, കംപ്ലീറ്റ് ബാംബു ഫ്രണ്ട്ലി വില്ലേജ്, അത് എൻ്റെ ഒരു സ്വപ്നമാണ് കേട്ടോ. ഇല്ലിക്കാടുകളാൽ സമ്പന്നമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ഒരു ഗ്രാമം, ഒരു നാട് എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പൊ അതിന്റെ പിറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മൾ മുളകളെ ഇപ്പൊ വെറുതെ പോയി നടുകയാണെങ്കിൽ ഒന്നും നടക്കില്ല. കാരണം തുടക്കം മുതലേ നമ്മൾ നേരിട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണത്. കാരണം ആദ്യമായിട്ട് നമ്മൾ മുളകൾ വെക്കാൻ പോകുമ്പോൾ തന്നെ ആ വെക്കുമ്പോ എല്ലാവരും ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞ് അതിനെപ്പറ്റി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിലും നമ്മൾ പുഴയുടെ സൈഡുകളിലാവട്ടെ, മറ്റു പൊതുയിടങ്ങളിൽ എവിടെയോ ആവട്ടെ, നമ്മൾ അവിടെ പോയിട്ട് നടുമ്പോൾ സംഭവം അവിടെ ഉണ്ടാവില്ല. ആ മുള അവിടെ സംരക്ഷിക്കപ്പെടാനായിട്ട് നമ്മൾ ട്രീ ഗാർഡൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ ട്രീ ഗാർഡൊക്കെ എടുത്തുകൊണ്ടുപോയി കിളിക്കൂടും മറ്റും ഒക്കെ പണിഞ്ഞ ആളുകളും മനുഷ്യന്മാരൊക്കെ ഉള്ള ഇടങ്ങളിലൂടെയാണ് നമ്മൾ മുളകളൊക്കെ വെച്ച് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓഫ്കോഴ്സ് മുളകൾ ഇങ്ങനെ വെറുതെ നടുന്നതിനോടൊപ്പം ഇതിന്റെ പ്രാധാന്യം നമുക്ക് ആളുകളിലേക്ക് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ വെറുതെ പറഞ്ഞ ആളുകൾ അത് കേൾക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പാട്ട് പാടും, കുറച്ച് സംസാരിക്കും. അപ്പൊ മുളയും കുറച്ച് പാട്ട് വർത്തമാനം എന്നുള്ള ലെവലിലാണ് നമ്മൾ മുളകളെ ഇങ്ങനെ കൂടെ നടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടി എഫക്റ്റീവ് ആവുമെന്ന് തോന്നി. എനിക്ക് എന്റെ കൂടെ അതിന് ഒച്ചയുണ്ട്. ഒച്ച ബാംബു സയൻസ് എന്ന പേരിലൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. ഒച്ചയുടെ കൂടെ നമ്മൾ കൊട്ടിയും പാടിയും മാടിയും ഒക്കെ മുളകൾ നട്ടും മുള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാലയങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാലയങ്ങളിലൊക്കെ നമ്മൾ പൊതുവിദ്യാലയങ്ങളിലും മറ്റു പൊതുയിടങ്ങളിലൊക്കെ ബാംബു കോർണേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. എത്ര കുഞ്ഞു സ്ഥലമാണ് ഉള്ളതെങ്കിൽ കൂടി അവിടെ കുറച്ച് സ്ഥലത്ത് കുറച്ച് മുളകൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റില് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 5-ാം തീയതി നമുക്കൊരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ആയിട്ട് ഒരു സംഭവം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് 5-ാം തീയതി എല്ലാവരെയും നമ്മൾ അറിയിക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നൈന, ഞാൻ തുടക്കത്തിൽ ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു ചേച്ചി എന്ന് വെറുതെ പറഞ്ഞു പോയതല്ല. കാരണം ഈ ഒരു പ്രകൃതി സംരക്ഷണമോ മുള സംരക്ഷണമോ മാത്രമല്ല, നൈനയെ അതിഥിയായി വിളിക്കുമ്പോൾ എങ്ങനെ അഭിസംബോധന ചെയ്യണം, ഒരു കലാകാരി എന്ന നിലയിലാണോ, പ്രകൃതി സ്നേഹി എന്ന നിലയിലാണോ, എഴുത്തുകാരി എന്ന നിലയിലാണോ, അതോ ഡാൻസർ എന്ന നിലയിലാണോ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരാൾ കൂടിയാണല്ലോ നൈന. മൊത്തം മുളയാണല്ലോ, മുള കൊണ്ടുള്ള വാദ്യോപകരണങ്ങൾ എല്ലാം മുളയാണ്. പാടുന്നത് മുളയെക്കുറിച്ച് പറയൂ, എങ്ങനെയാണ് ഒച്ചയിലേക്ക് എത്തിയത്? അതിന്റെ ഒരു തുടക്കം എവിടെ നിന്നായിരുന്നു? ഒച്ച നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോ ഈ മുളകളോടാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ട് മുളകളിലേക്ക് വന്നൊരു കഥ പറയുകയാണെങ്കിൽ, ഈ കാടുകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്.
അപ്പൊ ഉമ്മച്ചി പപ്പയും ഇപ്പോഴും എന്നെ ചീത്ത പറയുന്നുണ്ട്. എങ്ങടെങ്കിലും പോവാന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഏതെങ്കിലും കാർഡായിരിക്കും സെലക്ട് ചെയ്യുക. അവർക്ക് അത് അത്ര താല്പര്യം ഉണ്ടായിരിക്കില്ലല്ലോ. അവർക്ക് വേറെ വേറെയുള്ള ഒന്ന് യാത്ര പോയാൽ കൊള്ളാന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ വാശി പിടിച്ച് കുഞ്ഞു മുതലേ കാടുകളിലേക്കാണ്, വനയാത്രകളാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും ഇഷ്ടമായതുകൊണ്ട് അത് നിവർത്തിയില്ലാണ്ട് അവർക്ക് എന്നെ കൊണ്ടുപോകല്ലാണ്ട് വേറെ പാടില്ലാത്തതുകൊണ്ട് അവരും എന്നെ കൊണ്ടുപോകുന്നു. അപ്പൊ ആ വനയാത്രകളുടെ ഉടനീളമാണ് നമ്മൾ മുളകളെ കണ്ട് തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ മുളകളെ പറ്റി അറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് മുളകളെ പറ്റി പഠിച്ച ഒരാളാണ് എന്റെ ഉമ്മച്ചി എന്ന് പറയുന്നത്. ഉമ്മച്ചിക്ക് കാട് പിടിക്കുന്ന സാധനത്തിന് ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരെയും പോലെ തന്നെ മുളകൾ അത്ര ഇഷ്ടമില്ലാത്തൊരു കൂട്ടത്തിലാണ് ഉമ്മച്ചി. എനിക്ക് വേണ്ടി മുളകളെ പറ്റി പഠിച്ചൊരു മനുഷ്യത്തെയാ. അപ്പോ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ മുള വെക്കുന്നത് എന്റെ വീട്ടിൽ തന്നെയാണ്. ഉമ്മച്ചിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. രാവിലെ എന്താ പറയാ, എണീറ്റ് വരുമ്പോഴേ നമ്മുടെ കണ്ണിൽ ഒരുപാട് പൂക്കൾ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെയുള്ള ഒരുപാട് ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണ് കുറച്ച് സ്ഥലം എനിക്ക് തായോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയിട്ട് ഒരു മുള അവിടെ വെച്ച് നിൽക്കുന്നത്. ഞാന് ഒരു ദിവസം ഇതുപോലെ ഒരു മഴക്കാലത്ത് സ്കൂൾ ദിവസം ഒരു കുഞ്ഞു മുളന്തൈ, ഒരു മുളയുടെ പുതിയ തളിര് വരുന്നത് കുഞ്ഞാകുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര കൗതുകമാണല്ലോ. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കണ്ടിട്ട് നമ്മൾ സന്തോഷത്തിൽ സ്കൂളിൽ പോയത്. പക്ഷെ ആ ഒരു ആഹ്ലാദത്തിൽ തിരിച്ചു വരുമ്പോ, തിരിച്ച് പിന്നീട് മുളകളെ നോക്കുമ്പോ ആ കുഞ്ഞു തൈ അല്ലെങ്കിൽ പുതിയ നാമ്പ് ഞാൻ ആ വെച്ച സ്ഥലത്ത് ആ സംഭവമേ ഉണ്ടായിരുന്നില്ല, മുളകേ ഉണ്ടായിരുന്നില്ല. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അതവിടെ നിന്ന് വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ മിഥ്യാധാരണകളൊക്കെ വന്ന് മണ്ണെണ്ണയെ കുറിച്ച് കത്തിച്ച സീനായിരുന്നു അതെന്ന് മനസ്സിലായത്. സത്യം പറഞ്ഞ ആദ്യമായിട്ട് ഞാൻ ആ മുളം തൈ വെച്ചിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. എന്റെ വീട്ടിലാണ് ആദ്യമായിട്ട് നമ്മൾ മുള വെക്കുന്നത്. അവിടെ നിന്നാണ് ഞാനും എന്റെ മുളകളും ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടങ്ങുന്നത്. സ്റ്റിൽ ആ പോരാട്ടം എന്താ പറയാ, ആ ഒരു സ്ട്രഗിൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് എന്നാ പിന്നെ എനിക്കൊരു ഇതായി, അപ്പൊ എന്തായാലും എനിക്ക് മുളകൾ ആളുകളിലേക്ക് എത്തിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു നിശ്ചയം എനിക്കുണ്ടായിരുന്നു. അപ്പോ നമ്മൾ മുളകളും കൊണ്ട് ആളുകളിലേക്ക് എത്തുമ്പോൾ, നമ്മൾ മുളകളെ പറ്റി ധാരാളം സംസാരിക്കുമ്പോൾ ആളുകൾ എന്നെ പുച്ഛിക്കുകയും ചെയ്യാറ്. നമുക്ക് വേറെ എന്തെല്ലാം സസ്യങ്ങളുണ്ട് ഇവിടെ, എത്ര മരം, നിനക്ക് വല്ല പ്ലാവ് വെച്ചൂടെ, മാവ് വെച്ചൂടെ, തെങ്ങ് വെച്ചൂടൂ, അറ്റ്ലീസ്റ്റ് ആലെങ്കിലും വെച്ചൂടെ, അത് പടർന്നാലും വേണ്ടില്ല, ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മൾ ഒരുപാട് നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ പറയുമ്പോൾ നമ്മളിങ്ങനെ കളിയാക്കുന്നത്, നമ്മൾ എവിടെയെങ്കിലും പോയി മുളകൾ വെക്കുമ്പോൾ അതിനെ മനഃപൂർവ്വം ബോധപൂർവ്വം നശിപ്പിക്കുന്നത്, അങ്ങനത്തെ ഒക്കെ രീതികളായിരുന്നു. അപ്പോ പിന്നീട് എനിക്ക് തോന്നി, ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് മുളകൾ ആളുകളിലേക്ക് എത്തില്ല. കാരണം മുള എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പോഴും ഒരു കളയായിട്ടാണ് നിൽക്കുന്നത്, മറിച്ചൊരു വിളയായിട്ട്. അതിന്റെ വ്യാവസായിക പ്രാധാന്യമോ പാരിസ്ഥിതിക പ്രാധാന്യമോ ഒന്നും ആളുകൾക്ക് പറഞ്ഞാൽ പോലും അവർക്ക് പറയുന്നത് കേൾക്കണ്ട. അത് എന്താ, ബോറിംഗ് അല്ലേ? ആരാ ഇത്രയും നേരം ഒരുപാട് നേരം മുളകളെ പറ്റി ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുക? ഒരു സെമിനാർ ക്ലാസ് പോലെയാണല്ലോ. ആരും അതിന് തയ്യാറാവില്ല. അപ്പൊ ഞാൻ കരുതി വെറുതെ പാട്ട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ആ പറയുന്നതിനിടയ്ക്ക് രണ്ട് പാട്ടുകളും കൂടി ആയ ആളുകളെ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ എന്തായിരിക്കും എന്നുള്ള ഒരു സംഭവത്തിലാണ്, ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പാട്ടും പറച്ചിലും എന്നുള്ള രീതിയിലേക്ക് മാറിയത്. നമ്മൾ മുളകളെ പറ്റിയിട്ട് പൊതുയിടങ്ങളിലൊക്കെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ മുളയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകൾ നമ്മൾ പാടാനായിട്ട് തുടങ്ങിയത്. മുളയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും ക്ലോസ് ആയി കിടക്കുന്ന നാടൻ പാട്ടുകൾ നമ്മൾ പാടാൻ തുടങ്ങിയത്. എനിക്ക് മറ്റുള്ള പാട്ടുകളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും ഇഷ്ടം നാടൻ പാട്ടുകളോടാണ് എന്നുള്ളതാണ്. അപ്പൊ നാടൻ പാട്ടുകളെയും എന്നെ കൂടെ കൂട്ടി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ നമ്മളിങ്ങനെ ഈ യാത്ര കുഞ്ഞുനാളിൽ തന്നെ ഒരുപാട് ബാംബു മ്യൂസിക് ബാൻഡ്സിന്റെ ഒക്കെ വീഡിയോസ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി മുളകളിൽ നിന്ന് നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള എന്താ പറയുക ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാമെന്ന്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ആളുകൾ എന്റെ അടുത്ത് പറഞ്ഞു, നീ മുള നട്ടുപിടിപ്പിച്ച് തന്നെ വെട്ടുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, പ്രായമായ മുളകളിൽ വെട്ടിയെടുക്കാവുന്ന മുളകൾ എടുത്തിട്ടായിരുന്നു നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ മുളകളുമായിട്ട് ഞാൻ നടക്കുകയും അതിനോടൊപ്പം മുളകൾ വെച്ചിട്ട് നമ്മൾ പാട്ട് പാടുകയും വർത്താനം പറയുകയും, അപ്പൊ പാട്ടിൽ ആളുകൾ മുഴുകുമ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മുടെ കാര്യങ്ങൾ ആളുകൾക്ക് അതിലൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ആൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയും ചെയ്യും. കുറച്ചൊക്കെ ഒരു ധാരണ എന്തിനാണ് മുള എന്നുള്ളത് വരികയും ചെയ്യും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്, ഒരു ധാരണയിലാണ് നമ്മൾ ഒച്ച എന്ന പേരിൽ ഒരു ബാംബു മ്യൂസിക് ബാൻഡിലേക്ക് എത്തുന്നത്. ഇപ്പത് ഇങ്ങനെ ഇതാ കൊട്ടിയും പാടിയും ഒക്കെ തന്നെ നടന്നുകൊണ്ട് പോകുന്നു. അപ്പോ ഒച്ചയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് എന്തായാലും ഒരു പാട്ട് കേൾക്കാൻ തോന്നും. നമ്മള് രണ്ടിടത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എത്രത്തോളം അത് പാട്ട് ക്ലിയർ ആകുമെന്ന് അറിയില്ല. എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമ്മൾ ശ്രമിക്കുകയാണ്, ശ്രമമാണല്ലോ എല്ലാത്തിന്റെ അടിസ്ഥാനം. ഒന്ന് പാടാം, ഒരു പാട്ട് പാടാം. തീർച്ചയായും പാടാം. ഈ പാട്ട് തന്നെ പാടാം. നരിവേട്ട മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു നാടൻ പാട്ടാണ് ആട് പൊന്മയില എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഒരു രണ്ട് വാക്കത്തിനെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ. അതില് നരീനെ വേട്ടയാടുന്ന രീതിയിലാണ്
അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പാടുന്ന പാട്ട് എന്ന രീതിയിലാണ് ആട് പൊന്മയിലെ തുടങ്ങുന്ന പാട്ടിന്റെ ഒരു ആദ്യത്തെ 6 വരികൾ നിൽക്കുന്നത്. ആക്ച്വലി ആ 6 വരികൾ എനിക്ക് നാടൻ കലകളെയും ഇതിനെയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടും അതിന്റെ പിന്നാലെ പായുന്നത് കൊണ്ടും പറയാണ്. ആ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മള് പെൺകുഞ്ഞുങ്ങള് ഋതുമതിയാവുന്ന സമയത്ത് പാടുന്ന പാട്ടാണ് ആ 6-7 വരികൾ എന്ന് പറയുന്നത്. അതെന്തിനാ അവിടെ ഇട്ടേന്നുള്ള ഒരു വിമർശനാത്മക ചിന്തയൊക്കെ അപ്പൊ ഉണ്ടായി. പിന്നീട് അത് അറിയിക്കാമെന്ന് കരുതുകയും ചെയ്തു. എന്തായാലും ആ പാട്ടിലേക്ക് പാട് പൊമ്മയിലേ നാടാങ്കൂട്ടം വരും, പാട് പൊങ്കുയിലേ വേണ്ടാങ്കൂട്ടം വരും, പാട് പൊമ്മയിലേ നാടാങ്കൂട്ടം വരും, പാട് പൊങ്കുയിലേ വേണ്ടാങ്കൂട്ടം വരും, കാവന്തറയിലല്ലോ കോമരം തുള്ളണത്, വാഴച്ചെലം പണിഞ്ഞേ കോമരം തുള്ളണത്, വെള്ളിമപിടത്തിന്റെ ഒരു മണിനെ കണ്ടേ എന്നോട ബാല്യകാലോ ഇനങ്ങും കൊണ്ടങ്ങ് പോയേ, വെള്ളിമപിടത്തിന്റെ ഒരു മണിനെ കണ്ടേ എന്നോട ബാല്യകാലോ ഇനങ്ങും കൊണ്ടങ്ങും പോയേ, പൂവോ പൂവോ കാണാൻ നല്ലൊരു ചേനപ്പൂവോ, പൂവോ കാണാൻ നല്ലൊരു തെച്ചിപ്പൂവോ, പൂവോ മേൽ കിടക്കണ മുല്ലപ്പൂവോ, എല്ലാം വേണമെടുത്ത് പെണ്ണിന്റെ തലയിൽ ചൂടിക്കൊടുത്ത്, എല്ലാം വേണമെടുത്ത് പെണ്ണിന്റെ തലയിൽ ചൂടിക്കൊടുത്ത്, ആട് പൊമ്മയിലേ നാലാങ്കൂട്ടം വരൂ, പാട് പൊങ്കയിലേ മേലാങ്കൂട്ടം വരൂ. ആഹാ, ഗംഭീരായി. അപ്പോ നൈന, നമ്മളിപ്പോ ചെറിയ കുട്ടികളോട് പറയുമ്പോൾ നാളെ അവർ സ്കൂളിലേക്ക് പോവാണല്ലോ, വളരെ ചെറിയ കുട്ടികൾ മുതൽ നാളെ സ്കൂളിലേക്ക് പോവാണ്. മഴ അങ്ങനെ നിൽക്കുന്നു, ഒരു പ്രളയമൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു പേടിയൊക്കെ നമുക്കുണ്ട്, ആശങ്കയുണ്ട്. എന്താണ് കുഞ്ഞു മക്കളോട് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഇങ്ങനെ പ്രവർത്തിച്ച ആൾ പറയുമ്പോൾ അത് അവർക്ക് നന്നായിട്ട് ഏൽക്കും. അതുകൊണ്ട് എന്താണ് അവരോട് പറയാനുള്ളത്? നമ്മൾ ഒരു ചെടി നടണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു മരം വെട്ടുമ്പോൾ 10 തൈകൾ വെക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വെറുതെ പറയാതെ, ആരെങ്കിലും ഒക്കെ പറയാതെ, താങ്കളെ പോലെയുള്ളവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പറയുമ്പോൾ അത് അവർക്ക് കിട്ടും. അതുകൊണ്ട് എന്താണ് നമ്മുടെ കുഞ്ഞു മക്കളോട് പറയാനുള്ളത്? കുഞ്ഞു മക്കളോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളായിട്ട് തന്നെ ഇരിക്കുക, വേറെ ആരുടെയും നിർബന്ധ പ്രകാരം ഒന്നും ആവാണ്ടിരിക്കുക. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഫ്രഷേഴ്സ് ഒക്കെ വരാൻ തുടങ്ങും, വേണ്ട ഡോക്ടർ ആവണ്ടേ, എഞ്ചിനീയർ ആവണ്ടേ, എന്താ വക്കീലാവണ്ടേ, അതാവണ്ടേ ഇതാവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ആവണം, പഠിക്കുകയൊക്കെ വേണം. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ എന്താവാനാ ശ്രമിക്കട്ടെ എന്നറിയോ മക്കളെ? നമ്മൾ നല്ല മനുഷ്യന്മാരാവാനാണ് ശ്രമിക്കേണ്ടത്. ആ ഒരു വലിയ പാഠമാണ് നമ്മുടെ മുളകൾ നമുക്ക് തരുന്നത്. മുളകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതൊരിക്കലും ഒറ്റയ്ക്കല്ലല്ലോ വളരുന്നത്, അതിങ്ങനെ കൂട്ടമായിട്ടല്ലേ വളരുന്നത്. അത് കണ്ടിട്ട് നമ്മൾ പഠിക്കുക. ഞാൻ എന്ന ചിന്തയിൽ നിന്ന് നമ്മള് എന്നതിലേക്ക് നമ്മൾ മാറുക. കിട്ടുന്നതൊക്കെ എനിക്ക് മാത്രം മതി, അതൊരു ലഡു ആണെങ്കിലും ഞാൻ കഴിച്ചോളാം, നിനക്ക് തരില്ല എന്നുള്ള സ്വാർത്ഥമായ ചിന്തയിൽ നിന്ന് എന്താണോ നമുക്കുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാം, അതൊരു അറിവാണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാം എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ മാറാച്ചാ അതിന് അർത്ഥം എന്താണെന്നറിയോ? നല്ല മനുഷ്യന്മാരായി എന്നാണേ. നല്ല മനുഷ്യന്മാരായ ഒരിക്കലും നമുക്ക് മറ്റുള്ളവന്റെ ദാരിദ്ര്യമോ ദുഃഖമോ വിശപ്പോ ദാഹമോ ഒന്നും നമുക്ക് കണ്ടില്ല നടിക്കാനാവില്ല. വിശക്കുന്നവനെന്നും ഇങ്ങനെ തല്ലിക്കൊല്ലാനും ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒന്നും പേരിൽ ഇങ്ങനെ കലഹിക്കാനോ ഒന്നിനും ആവില്ല എന്നുള്ളതാണ്. അപ്പോ മുളകൾ അത്രയും വലിയൊരു സാമൂഹ്യ പാഠം നമുക്ക് തരുന്നുണ്ട്. ആ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, പ്രകൃതിയോടൊപ്പം നടക്കുക. പിന്നെ നടക്കുന്ന വഴിക്ക് മാവിലൊക്കെ കല്ലെറിയ, കല്ലൊക്കെ കൂടുക, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളാവില്ല. അതാണ് പറയാനുള്ളത്. പിന്നെ വെറുതെ ആരുടെയൊക്കെയോ സ്വപ്നങ്ങളുടെ പിന്നാലെ നടക്കാണ്ടിരിക്കുക, വിശാലമായിട്ട് തന്നെ നമ്മൾ സ്വപ്നം കാണാം. എന്റെയും ഞാൻ കാണുന്ന സ്വപ്നവും നിങ്ങൾ കൂട്ടുകാർ കാണുന്ന സ്വപ്നവും ഡിഫറെന്റ് ആയിട്ട് തന്നെ തുടരട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ് എപ്പോഴും ഉള്ളത്. പിന്നെ ചെടികൾ നമുക്ക് കുറച്ചു കാലെങ്കിലും നമ്മുടെ ഭൂമിയിൽ ജീവിച്ചു പോകണ്ടേ? എന്തായാലും നമുക്ക് ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം നമ്മൾ നമ്മുടെ ഭൂമിയെ ഉപദ്രവിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ചൂരൽമല വരെ പ്രളയം, ഇത് ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞ പല പ്രകൃതി ദുരന്തങ്ങളും കാണുന്നുണ്ട്. അപ്പൊ കുറച്ചു കാലെങ്കിലും തട്ടിമുട്ടിയൊക്കെ നമ്മുടെ ഭൂമിയിൽ നമുക്ക് ജീവിക്കണ്ടേ?
അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ തൈകളൊക്കെ ഇങ്ങനെ നടുക, പ്രകൃതിയെ ഒക്കെ ഇങ്ങനെ സ്നേഹിക്കുക. നമ്മൾ ഏതെങ്കിലും പുതിയ പൂക്കളും കായ്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആഹാ നല്ല ഭംഗിയുണ്ട് എന്ന് തന്നെ പറയുക, അല്ലാണ്ട് അത് പോയി പറിക്കാൻ ശ്രമിക്കാണ്ടിരിക്കുക. മാക്സിമം ആരെങ്കിലും പ്ലാസ്റ്റിക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയ്യോ അത് വേണ്ട കേട്ടോ, അല്ല നമുക്ക് പകരം ഇത് ഉപയോഗിക്കാലോ എന്നുള്ളത് ചെയ്യുക. അത് കൂട്ടുകാരെന്നെ ചെയ്യാൻ പഠിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പഴത്തൊലി കണ്ടു, ആ പഴത്തൊലി എടുത്ത് മാറ്റുന്നതും പ്രകൃതിയോടുള്ള സ്നേഹമാണ്. ആ പഴത്തൊലിയിൽ ചവിട്ടിയിട്ട് ആളങ്ങോട്ട് വീഴുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവര് വീഴാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആ പഴത്തൊലി എടുത്ത് മാറ്റുന്നതും പ്രകൃതിയോടുള്ള സ്നേഹം. പ്രകൃതിയോട് വെറുതെ തൈ നടുന്നത് മാത്രമല്ല പ്രകൃതിയോടുള്ള സ്നേഹം. നിങ്ങൾക്ക് കഴിയാവുന്നത്ര വളരെ എന്താ പറയാ ഇങ്ങനെ വിപുലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നമുക്ക് എങ്ങനെയൊക്കെ ഏത് വഴിയിലൂടെ പ്രകൃതിയെ സ്നേഹിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പൊ എന്തായാലും നല്ല മനുഷ്യന്മാരാവാന്നുള്ളതാണ്. മനുഷ്യന്മാരായ നല്ല കലാകാരന്മാരായി എന്നാണ്, കലയിലിടത്ത് കലഹമില്ല എന്നാണ്. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ പ്രകൃതി നമ്മളെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. മാക്സിമം നമ്മുടെ പ്രകൃതിയെ ഉപദ്രവിക്കാണ്ടിരിക്കുക. ആഹാ, അത്രേ ഒരു ക്ലാസ് പറയാനുള്ളൂ. തന്നെ കൊടുത്തു എല്ലാവരും കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ നൈന, അത് ശരിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. കാരണം നാളെ ഒരുപാട് പേര് സ്കൂളിലേക്ക് പോകുന്നു, പുതുതായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു പാട്ട് അവർക്ക് വേണ്ടി ഒന്ന് പാടിക്കൊടുത്താലോ? ഓ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പാട്ടുകൾ അവർക്ക് പറ്റുന്ന പാട്ടുകൾ പാടാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അവരെ നേരിട്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് അവരെയും കൂടി അതിൽ പങ്കെടുപ്പിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ എന്നാലും നമുക്കൊരു പാട്ട് പാടാം. ശരി. കൂടെ കൂടിയാ മതി കേട്ടോ കാണുന്നവരെല്ലാവരും. കടുകുമണിക്കൊരു കണ്ണുണ്ട്, കണ്ണിനകത്തൊരു കരടുണ്ട്, കടലുണ്ടീന്നൊരു ചങ്ങായി കായ വറുത്ത് കഴിഞ്ഞിട്ട്, കുടമൊരു കള്ളു കുടിച്ചിട്ട്, കരിമീൻ മുള്ളു കടിച്ചിട്ട്, കലഹം പറയണ കവലെ നിന്നൊരു കണ്ണട വാങ്ങി വരുന്നുണ്ട്, കള്ളിപ്പാല പുഞ്ചിരി പോലൊരു കൺമഷിയാളെ കാണാനായി, കുമ്പിയ കോന്തലമുണ്ട് മുറുകിയ കൽക്കണ്ട കഥ കേൾക്കാനായി, കണ്ടൽ ചേരിൽ കാലുകൾ ചിതറി കണ്ണിൽ കായൽ തിരകളുമായി, കാലിച്ചായ കടവുകൾ താണ്ടി കൊണ്ടുപിടിച്ചു വരുന്നുണ്ട്, കഥയുടെ കടമൊരു കച്ചാങ്കാറ്റിൻ പുഴയുടെ കീഴിൽ കരുതാൻ പറയുന്നവളുടെ കവിളിൽ കരിവളയാടണ കടലൊടിയുന്നുണ്ട്, കവിളിൽ കവരുതിരുന്നുണ്ട്, കടലൊടിയുന്നുണ്ട്, കവിളിൽ കവരുതിരുന്നുണ്ട്. അത്രയുള്ളൂ. ഓക്കെ. ഒരുപാട് അവാർഡുകളുടെ എണ്ണം വായിക്കാൻ നിന്നാൽ ഇപ്പോൾ ഒരുപാട് സമയം നമുക്കില്ല. അതുകൊണ്ട് ഞാൻ അവാർഡുകളെല്ലാം വായിക്കുന്നില്ല. വനമിത്ര അടക്കം വനിതാരത്ന അവാർഡ്, ഒപ്പം ഹരിത കേരളം അവാർഡ്, നിരവധി പുരസ്കാരങ്ങൾ. ഈ പുരസ്കാരങ്ങളൊക്കെ എത്രത്തോളമാണ് ഒരു ഊർജം തരുന്ന മുന്നോട്ട് പോക്കിന്? കാരണം ചെറുതിലേ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മുളനടിയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷമായി. അതെ അതെ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു മുളന്തൈ നട്ട് തുടങ്ങുന്നത്. അതിന് മുന്നേ മുളകളെ പറ്റി നമ്മളിങ്ങനെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എങ്കിൽ കൂടി നമ്മൾ നട്ടു തുടങ്ങുന്നത് 5ാം ക്ലാസ് മുതലാണ്. അതിതായി ഇത്രയും കാലം വരെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്റെ മുള ഇഷ്ടങ്ങൾ ആദ്യമായിട്ട് അംഗീകരിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ്. അദ്ദേഹത്തിന്റെ അടുത്താണ് ആദ്യമായിട്ട് ഹരിത കേരളം ആ മിഷന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഒരു കത്തെഴുതൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കേരളത്തോട് എന്റെ ഈ ആഗ്രഹത്തെ പറ്റിയിട്ട് ഞാൻ കത്തെഴുതുന്നത്. അദ്ദേഹത്തിന്റെ കത്തെഴുതാനായിരുന്നു ആ മത്സരമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ വെറുതെ ഒരു ആശയം അംഗീകരിക്കുകയോ കാണുമോ എന്ന് പോലും നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതായിരുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച കത്തായിട്ട് തെരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് എന്റെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ അത് വനമിത്ര അങ്ങനെയൊക്കെ എന്തൊക്കെയോ കിട്ടിപ്പോരുന്നു എന്നുള്ളതാണ്. അവാർഡ്സിനെ പറ്റി പറയുമ്പോൾ എല്ലാവരോടും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, പലരും ഈ അവാർഡുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സിന് വേണ്ടി ഇങ്ങനെ മരിക്കുന്നത് പലപ്പോഴായിട്ട് അവിടെ ഇവിടെ കാണാറുണ്ട്. ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നത് എപ്പോഴും കാണുന്നുണ്ട്. ദയവായി അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ആളുകളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് മനസ്സറിഞ്ഞ് ചെയ്തോളൂ. ആ ചെയ്യുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അത് അർഹിക്കുന്നതാണെങ്കിൽ അത് എന്തൊക്കെയെങ്കിലും സന്തോഷമൊക്കെ ആ വഴിയിലൂടെ നമ്മുടെ കൂടെ കൂടിച്ചേരും എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അഭിനവ പരിസ്ഥിതി പ്രവർത്തകരും കലാകാരന്മാരൊന്നും ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ് ഉള്ളത്. പിന്നെ നമ്മൾ മുളയുമായിട്ട് ഇങ്ങനെ നടന്ന് മുളകളൊക്കെ വെച്ച് മുളകളുടെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ സന്തോഷങ്ങൾ അവാർഡുകളായിട്ടും അംഗീകാരങ്ങളുമായിട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതെന്തായാലും അത് മുന്നോട്ട് പറഞ്ഞ പോലെ തന്നെ അത് ഊർജമാണ്. ഒന്നുകൂടി ആളുകളിലേക്ക് എന്താ പറയാ മുളകളെ എത്തിക്കാനുള്ള ഒരു ഊർജമായിട്ടാണ് എപ്പോഴും കരുതാറുള്ളത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്.
ശരി നൈന, നമുക്ക് അവസാനത്തെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാനുള്ളത്, അതൊരിക്കലും ചോദിക്കാതെ പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ട്, നൈന നേരത്തെ കുഞ്ഞുങ്ങളോട് ഒരു സംസാരിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം മുളകളെ പോലെ വളരണം, അതായത് കൂട്ടമായിട്ട് വളരണമെന്നാണ്. അതുകൊണ്ട് സൗഹൃദത്തിന് എത്രയേറെ പ്രാധാന്യം നൽകുന്ന ആളാണെന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഉപരിപഠനത്തിലേക്കൊക്കെ പോയപ്പോഴും ഏത് കോഴ്സ് സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഏതാണ് മെയിൻ ആക്കേണ്ടത് എന്നൊക്കെ കൃത്യമായ ബോധമുണ്ടായിരുന്നല്ലോ അല്ലേ? കോളേജിലേക്കൊക്കെ ചെന്നപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോയത്? കോളേജിലും നമ്മളും ഗംഭീരമായിട്ട് തന്നെ. കോളേജിനെ പറ്റി പറയുമ്പോൾ ഞാനിപ്പോ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ BSc ബോട്ടണി സസ്യശാസ്ത്രം തന്നെയാണ് എടുത്തത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. അപ്പോ അവിടെ പറയുമ്പോൾ അവിടെ എല്ലാവരും എന്റെ അടുത്ത് സപ്പോർട്ട്, അയ്യോ നൈന ഇത് ചെയ്യുന്നുണ്ടോ, എന്നാ ഓക്കെ. എന്റെ കൂടെ ഇന്നേ വരെ കൂടെ നിന്ന അധ്യാപകരും നിൽക്കാത്ത അധ്യാപകരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. പക്ഷേ കോളേജിലെ അധ്യാപകരെല്ലാം തന്നെ എപ്പോഴും നമ്മളോടൊപ്പമാണ്. നിനക്കത് ചെയ്യണം. കാരണം ഞാനൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ മാസത്തിലൊരിക്കലൊക്കെ ചെല്ലുള്ളൂ. നമ്മൾ എപ്പോഴും കോളേജിൽ കയറാനൊന്നും പറ്റാറില്ല. അപ്പൊ നമ്മൾ അത് കവറപ്പ് ചെയ്യാൻ സഹായിച്ചുകൊണ്ടും മുളയുമായി ബന്ധപ്പെട്ട പുതിയൊരു കാര്യം പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ, നമുക്കത് ചെയ്യാലോ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു പറ്റം അധ്യാപകരും സുഹൃത്തുക്കളുമാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ മുളയുമായിട്ട് നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഭയങ്കര സ്ട്രഗിൾസ് നേരിട്ടിട്ടുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്തെന്ന് അറിഞ്ഞിരുന്നില്ല തുടക്കത്തിൽ. അത്രയും ഒറ്റപ്പെടലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നിന്റെയും രക്തബന്ധങ്ങളുടെയോ ഒന്നും അതിർവരമ്പുകളില്ലാത്ത കുറെ മനുഷ്യക്കൂട്ടങ്ങൾ, എന്നേക്കാൾ മുതിർന്ന കുറച്ച് കൂട്ടങ്ങൾ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് അത്ര വേദന അറിഞ്ഞില്ല എന്ന് മാത്രം. പക്ഷെ ഇപ്പൊ നിൽക്കുന്നിടത്ത് ഭയങ്കര സമാധാനമാണ്. നമ്മുടെ കോളേജിൽ എല്ലാവരും ഒപ്പമാണ്, ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രവർത്തനം നടത്തുന്ന ആളോട് എന്താണ് സ്വപ്നം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അത് പറയാൻ കഴിയില്ലായിരിക്കും. എങ്കിലും ഈ 10 വർഷത്തെ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു 10-12 വർഷത്തെ ഒരു പ്രവർത്തനം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് സ്വപ്നം? മുളയുടെ തോഴിക്ക് എന്താണ് ആഗ്രഹം? അത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നത് ശ്രദ്ധിച്ചു എന്നറിയില്ല. ഇല്ലിക്കാടുകളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു നാട്, അതായിരിക്കണം നമ്മുടെ നാട് എന്നുള്ളതാണ് സ്വപ്നം കണ്ട് നടക്കുന്നത്. അതിന്റെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും മുളയെ പോലെ ഇങ്ങനെ നടന്ന് കുറെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മളെന്താ പറയാ മുളകളുടെ കൂടെ എല്ലാവരും വികസനത്തിന്റെ പിന്നാലെ. ഓഫ് കോഴ്സ് വികസനം വേണം, പക്ഷേ സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനത്തിന് പ്രകൃതിയോടൊപ്പം നടക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് വീണ്ടും കോൺക്രീറ്റ് എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇല്ലിക്കാടുകളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു നാടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാനും എന്റെ മുളകൊട്ടങ്ങളൊക്കെ. തീർച്ചയായിട്ടും അത് ഒരുപാട് പേരുടെ സ്വപ്നം കൂടിയാണ്. അത് നൈനയുടെ മാത്രമല്ല. എന്തായാലും നൈന അതിന് മുൻകൈ എടുക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഞങ്ങൾക്ക് ഈ ജൂൺ 5-ന് വരുന്ന സസ്പെൻസ് എന്താണെന്ന് അറിയാൻ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും അത് പ്രകൃതിക്ക് ഗുണം ചെയ്യുന്നതാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.